Lausaram, Chimmanur International Jewelers. You are watching television newspaper. പ്രിയ പ്രേക്ഷകരെ, വെൽക്കം ബാക്ക്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻകൗണ്ടർ തത്സമയം വൈക്കത്ത് നിന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പുതിയ സാങ്കേതിക സാധ്യതയിലൂടെ നമ്മുടെ രാഷ്ട്രീയ രംഗത്തെ പ്രഗത്ഭരായ നേതാക്കന്മാരെ നമ്മുടെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ടെലിവിഷൻ വഴി കൊണ്ടുവന്ന് ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന ഒരു സാങ്കേതിക രീതിയാണ് ഇതിൽ അവലംബിക്കുന്നത്. നിങ്ങൾ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വൈക്കത്ത് നിന്നാണ്. ചർച്ച തുടരുകയാണ്. അപ്പോൾ ഐക്യമാണ്, പ്രബുദ്ധമാണ്. ഈ വൈക്കത്തുകാരെ BJP അദ്ദേഹം പരിചയപ്പെടുത്തിയത്. ഈ BJP യെ കുറിച്ച് വൈക്കത്തുകാരെ അദ്ദേഹം പഠിപ്പിക്കാൻ ശ്രമിച്ചത് അല്പം കടന്ന കൈയായിപ്പോയി. ഇവിടുത്തെ സാധാരണക്കാരാണ്, തൊഴിലാളികളാണ് വൈക്കത്തുള്ളത്. അവർ അനുഭവിക്കുന്ന അവരുടെ നിത്യജീവിതത്തിലൂടെ അവർ BJP തിരിച്ചറിഞ്ഞു കഴിഞ്ഞാണ്. അദ്ദേഹത്തിന്റെ ആ പ്രഭാഷണം അല്പം കടുപ്പമായി പോയി എന്നാണ് BJP നേതാവിനെ കുറിച്ചാണ്, കുഞ്ഞിക്കണ്ണനോടാണ് പറയാനുള്ളത്. അദ്ദേഹം ദയവായി ഈ പ്രബുദ്ധരായ വൈക്കത്തുകാരെ അവരവരുടെ സ്വജീവിതം കൊണ്ട് 5 വർഷക്കാലം ബോധ്യപ്പെട്ട കാര്യമാണ്. ഇനിയൊന്ന് പരിചയപ്പെടുത്തരുത് എന്നൊരു വിനീത അഭിപ്രായമാണ് എനിക്കുള്ളത്. കുഞ്ഞിക്കണ്ണൻ പറഞ്ഞത് ഈ രാജ്യത്ത് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തെന്നാ പറയുന്നത്. ഈ രാജ്യം സ്വാതന്ത്ര്യശേഷം 70 വർഷത്തിന് മേലായിരിക്കുന്നു. ഈ 70 വർഷം കൊണ്ടായ ഇന്ത്യ ഉണ്ടായ നേട്ടങ്ങൾ ഈ 5 വർഷം കൊണ്ട് BJP ഉണ്ടാക്കിയ നേട്ടമാണോ ഈ രാജ്യത്തുള്ളത്? അല്ലല്ലോ. ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാതിരുന്ന രാജ്യത്ത് ഇന്ന് എല്ലാവർക്കും ദൃശ്യമായ ഭക്ഷണം ഉണ്ടാക്കുന്ന രാജ്യമാക്കി മാറ്റി രാജ്യമാണ് ഇന്ത്യ. പറയണം, ഈ 5 വർഷം കൊണ്ടാക്കിയ പുരോഗതിയാണോ ഇന്ത്യക്കുള്ളത്? BJP 5 വർഷമല്ലേ ഭരിച്ചുള്ളൂ. ഒരു ചോദ്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. കുഞ്ഞിക്കണ്ണൻ ചോദിക്കട്ടെ, ഈ 15 ലക്ഷം കുഞ്ഞിക്കണ്ണൻ ചേട്ടന്റെ അക്കൗണ്ടിൽ വന്നോ? 15 ലക്ഷം വന്നോ? 2 കോടി തൊഴിലവസരം ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് കൊടുത്തോ? ഇല്ലല്ലോ. ഞങ്ങളെയൊക്കെ കൊള്ളയടിച്ചിട്ട് പോവുകയല്ലേ ഇവര് ചെയ്ത്. 15 കോടി ശതകോടീശ്വരന്മാർ ഇന്ന് ഇന്ത്യയിൽ, 15 ശതകോടീശ്വരന്മാർ. രാഹുൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. രാഹുൽജി പറഞ്ഞു അംബാനിക്ക് കൊടുക്കുന്ന ഇന്ത്യയുടെ സ്വത്തുക്കൾ മുഴുവൻ നിരവ് മോടി 13,800 മറുപടി ക്ഷമയോടുകൂടി കേൾക്കാനുള്ളൊരു ഇത് സന്മനസ് കാണിക്കണം. 5 വർഷത്തെ ഭരണത്തെക്കുറിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് പഠിക്കാൻ നോക്ക്. ഈ രാഹുൽ ഗാന്ധി വിളമ്പുന്ന കള്ളത്തരങ്ങളും പൊള്ളയായ വാക്കുകളും കേട്ട് അതാണ് സത്യം എന്ന് ധരിക്കരുത്. കല്ല് വെച്ച നുണയാ പറയുന്നത്. അംബാനിയെ ഉണ്ടാക്കിയത് BJP അല്ല, അദാനിയെ ഉണ്ടാക്കിയത് BJP അല്ല. BJP അധികാരത്തിൽ എത്തുന്നതിന് മുമ്പേ അംബാനിമാരും ടാറ്റയും ബിർളയും പണക്കാരും ഒക്കെ ഇവിടെയുണ്ട്. ഇവർക്ക് വേണ്ടി സൗജന്യമായി എന്തോ ചെയ്തു എന്നുള്ള രീതിയിൽ രാഹുൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. പച്ച കള്ളം പറയാണ്. വായ തുറന്നാൽ കള്ളം മാത്രം പറയുന്ന ഒരു നേതാവ് ആയി മാറിയിരിക്കുന്നു കോൺഗ്രസ്. വലിയ വലിയ ആൾക്കാർ ഇരുന്ന കസേരയിലാണ് രാഹുൽ ഗാന്ധി ഇരിക്കുന്നത്. നുണ വിളമ്പി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. 60 വർഷം കോൺഗ്രസ് ഭരിച്ചെങ്കിൽ 60 മാസം കൊണ്ട് കോൺഗ്രസ് ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ ജനോപകാരപ്രദമായ പദ്ധതികൾ, പ്രവർത്തനങ്ങൾ, പരിപാടികൾ നടപ്പാക്കിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്ക്, വായിക്ക്, ശ്രദ്ധിക്ക്. അല്ലാതെ കള്ളത്തരത്തിൽ മുങ്ങി നിൽക്കരുത്. കള്ളം മാത്രം പറയുന്ന ഒരവസ്ഥ അത് കേട്ട് സായുജ്യം അടയരുത്. മനസ്സിലാക്കാൻ ശ്രമിക്ക്. പിന്നെ വൈക്കത്തുകാർ നല്ല ആൾക്കാർ എനിക്കറിയാം. പക്ഷേ സംസാരിച്ച ആൾക്കാർക്ക് തെറ്റിദ്ധാരണ, ആ തെറ്റിദ്ധാരണ മാറണമെങ്കിൽ കുറച്ചും കൂടി പഠിക്കണം, മനസ്സിലാക്കണം. എന്തൊക്കെയാണ് രാജ്യം ഇന്നലെ വരെ ഉണ്ടായിരുന്നത്, ഇപ്പോഴെന്തൊക്കെയാണ് ഉള്ളത്. മാഷിനോട് ഒരു ചോദ്യം. ഇന്ത്യയിൽ മുഴുവനും കക്കൂസ് കുത്തുവാൻ ഈ ഇന്ത്യ ഗവൺമെന്റ് നിലപാട് സ്വീകരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കക്കൂസുകളുള്ള ആ കക്കൂസുകൾ കഴുകണ ഇന്ത്യൻ റെയിൽവേയിൽ 10 പേർക്ക് പണി കൊടുക്കാനെങ്കിലും ഇവർ തയ്യാറാവണ്ടേ? 2 കോടി ആളുകൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ആ തൊഴിൽ ദാരിദ്ര്യം ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന ഞങ്ങൾക്ക് വായനയില്ല, വിവരമില്ല എന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് അതിശയിക്കുവാൻ ഈ പറയുന്ന BJPക്ക് മാത്രമേ കഴിയൂ. വൈക്കത്തുകാർക്ക് വിവരമില്ല എന്ന് പറഞ്ഞിട്ടില്ല. വൈക്കത്തുകാർക്ക് വിവരമില്ല എന്ന് പറഞ്ഞിട്ടില്ല. ചോദ്യം കൂടി ശ്രീ കുഞ്ഞിക്കണ്ണനോടാണ്. ചോദ്യം കേൾക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു സെക്കൻഡ്, എന്തോ സാങ്കേതിക പ്രശ്നമാണ്, താങ്കൾ പറഞ്ഞോളൂ. ഈ BJP കൊട്ടിഘോഷിച്ച്
നടത്തിയ നോട്ട് നിരോധനം, കള്ളപ്പണം കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നോട്ട് നിരോധനം നടത്തി ഈ രാജ്യത്തുള്ള ലക്ഷോപലക്ഷം ജനങ്ങളെ പൊരുവയിലത്ത് നിർത്തുകയും കഷ്ടപ്പെടുത്തുകയൊക്കെ ചെയ്തത്. അത്തരത്തിലുള്ള ഒരു നിരോധനം ഏർപ്പെടുത്തിയതിന് ശേഷം എന്ത് ഗുണമാണ് അതുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തിന് നൽകുവാനായിട്ട് കഴിഞ്ഞത്? കള്ളപ്പണം എന്തുമാത്രം തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞു? അത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങളിലൂടെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് വോട്ട് നേടുന്ന ഒരു സമീപനമല്ലേ ഇപ്പോഴും BJP കേൾക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഹലോ സർ. ചോദ്യം പറയാമോ? ശ്രീ സജീവൻ, അത് എന്തൊരു സാങ്കേതിക പ്രശ്നമാണ് അദ്ദേഹത്തിൻ്റെ? താങ്കൾക്ക് എന്തൊരു ലൈനിൽ എന്തൊരു സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ സജീവൻ, നമ്മുടെ ഈ വിഷയത്തിലേക്ക് നമ്മൾ മടങ്ങി വരികയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ശ്രീ സജീവനിലേക്ക് ഞാൻ വരുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിനും BJPക്കും ചുവട് പിഴയ്ക്കുന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പം നമ്മുടെ മുമ്പിലുള്ള ഒരു കാര്യം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്, വടകരയിൽ മത്സരിക്കണമെന്ന് ഹൈക്കമാൻഡ് മുകുൾ വാസ്നിക് മുല്ലപ്പള്ളിയോട് ആവശ്യപ്പെട്ടു. അതായത് മറ്റു പല ആൾ RMP ആവശ്യപ്പെട്ടിരുന്നു, കേരളത്തിലുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ആവശ്യപ്പെട്ടിരുന്നു, പല MP-മാരായിട്ട് മത്സരിക്കുന്ന പല കോൺഗ്രസ്സുകാർ ആവശ്യപ്പെട്ടു. ഇപ്പം മുകുൾ വാസ്നിക് നേരിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതായത് രാഹുൽ ഗാന്ധി തന്നെ ആവശ്യപ്പെടുന്നതിന് തുല്യമാണ്. പക്ഷേ അദ്ദേഹം പറയുന്നു ഞാൻ മത്സരിക്കുന്നില്ല എന്ന്. ഇത് പരസ്യമായി പറയാതെ ഇപ്പോൾ ഇങ്ങനെ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് സിറ്റിംഗ് MP പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു നെഗറ്റീവ് വശമുണ്ട്. ഇതാണ് പ്രശ്നം. ഇവിടെ ഇത്തരത്തിൽ മത്സരിക്കാനുള്ള പേടി, മത്സരിച്ചാൽ ജയിക്കില്ല എന്നുള്ളൊരു തോന്നൽ ആളുകൾക്കിടയിലേക്ക് ഉണ്ടാക്കാൻ ഇവിടെ ഇത് കാരണമാകുന്നു. ഇപ്പോൾ ഇത്തരം ഓരോ ഇപ്പോൾ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ തവണ ജയിച്ച മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ സിറ്റിംഗ് MP-മാർക്ക് ഭയമാകുന്നൊരവസ്ഥ, പകരം വേറൊരാൾ വെക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. ഇതേപോലെ BJPയുടെ കാര്യത്തിലാണെങ്കിലും BJP ജയിക്കുന്ന മണ്ഡലങ്ങളില്ല. ആകെ തിരുവനന്തപുരമാണ് നമ്മുടെ മുമ്പിൽ അവിടേക്ക് സാധ്യതയായിട്ട് കഴിഞ്ഞ തവണയും ഉണ്ടായിരുന്നത്. അതവിടെ നേരത്തെ കുഞ്ഞുകണ്ണൻ തന്നെ പറഞ്ഞ പോലെ അവിടെ ജയിക്കാൻ അവർ ശ്രമിക്കുമ്പോഴും ഈ UDF LDF തമ്മിലൊരു വോട്ട് ഷിഫ്റ്റിൻ്റെ ഒരു കാര്യം തീർച്ചയായിട്ടും നടക്കും. 2014 BJPയുടെ ദോഷം കൊണ്ടല്ല സത്യത്തിൽ അവിടെ അവർ തോറ്റത്. അവിടെ UDFന് അനുകൂലമായിട്ടൊരു വോട്ട് ഷിഫ്റ്റ് LDFൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അത് സത്യമാണ്. ഇത്തവണയും BJP അതുകൊണ്ട് തന്നെ മത്സരിച്ച് അവിടെ തിരുവനന്തപുരത്ത് ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ മറ്റ് ജയിക്കാൻ കാര്യമായ സാധ്യതയോ ഒന്നുമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഇവിടെ BJPയുടെ നേതാക്കന്മാർ തമ്മിലുള്ള തർക്കമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രശ്നം അവസാന നിമിഷത്തിൽ പോലും ഇത്തരത്തിലുള്ള തർക്കങ്ങളിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. KPCC പ്രസിഡന്റ് പോലും AICC പറയുന്നത് അത് അനുസരിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതൊക്കെ വരുമ്പോൾ വോട്ടർമാരുടെ മനസ്സിലേക്ക്, നിഷ്പക്ഷരായിട്ടുള്ള വോട്ടർമാരുടെ മനസ്സിലേക്ക് വരുന്ന ചോദ്യം എന്താണ്? ഇവർക്ക് ആത്മവിശ്വാസം ഇല്ലേ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാകും. ഇത്തരം ഘട്ടങ്ങൾ ഞാനത് അവർക്ക് ആത്മവിശ്വാസം ഉണ്ടായാലും ഇല്ലെങ്കിലും താങ്കളിലേക്ക് മടങ്ങി വരാം. സംസ്ഥാനത്തെ ഒരു 6-7 മിനിറ്റ് ആണുള്ളത്. സംസാരിക്കാത്തവർ വേണം സംസാരിക്കാൻ. ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഇവിടെ തൊഴിൽ നിഷേധിക്കപ്പെടണം. ഇനി തൊഴിൽ നൽകുന്നതിനെ പറ്റി ഇവിടെ പറയണ്ടായി. നാസ്കോമിന്റെ കണക്കനുസരിച്ച് മാത്രം ഈ ഓട്ടോമോട്ടീവ് IT മേഖലകളിൽ മാത്രമായി 1.4 കോടി ജനങ്ങൾക്ക് തൊഴിലവസരം ഉണ്ടായിട്ടുണ്ട്. അത് കൂടാതെ കണക്കൊന്നും വായിക്കുന്നില്ല, സമയം കഴിഞ്ഞു പോയി. മുദ്രാ ലോണിന്റെ ഇതിൽ തന്നെ 48,18,372 അപേക്ഷകളിലായി 24,610.33 കോടി രൂപ ഇവിടെ കേരളത്തിൽ മാത്രം നൽകിയിട്ടുണ്ട്. ഇത്രയും ഇതെല്ലാം തൊഴിലവസരങ്ങളല്ല എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല, ഇവിടെ സംസാരിക്കുന്നത് കേട്ടാൽ ഇത് ഏതാണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലെയാണ് സംസാരിക്കുന്നത്. ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പല്ല, പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ഇവിടെ സ്ഥാനാർത്ഥിയേക്കാൾ വലുത് രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയം തന്നെ, ഈ തെരഞ്ഞെടുപ്പിന് ഉന്നയിക്കുന്ന രാഷ്ട്രീയം തന്നെയാണ്. ഇവിടെ കേന്ദ്രം ഭരിക്കുന്ന വർഗീയ ഫാസിസ്റ്റുകൾക്കും സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ ഫാസിസ്റ്റുകൾക്കും എതിരായിട്ടുള്ള പോരാട്ടമായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ആ ലക്ഷ്യവുമായി പോകുമ്പോൾ ഇവിടെ കഴിഞ്ഞ 5 വർഷക്കാലം ഭരിച്ച നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട്. അതിനു മുമ്പ് നടന്ന കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് നടത്തിയ വികസന നേട്ടങ്ങൾ
വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. ഇക്കാലം അത്രയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്ത് ഉണ്ടാക്കിയ എല്ലാ നേട്ടങ്ങളെയും അട്ടിമറിക്കുന്ന ഒരു ഭരണമായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ നടന്നത്. ഒരു സെക്കൻഡ് കോൺഗ്രസും BJPയും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. ഇവർ കൊണ്ടുവരുന്ന ഓരോ നയങ്ങളും രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം കൊണ്ടുവരുന്ന നയങ്ങളാണ്. സാധാരണക്കാരായ ജനങ്ങൾ ഇവിടെ മുഴുവൻ അനുഭവിക്കുന്ന യാതനകൾ ഈ നോട്ട് നിരോധനം അടക്കമുള്ള കൊണ്ടുവന്ന് പെരുവയിലെത്ത് നിർത്തിയ ആൾക്കാരെ ദ്രോഹിച്ച് മാത്രമല്ല നമ്മുടെ ഈ സഹകരണ മേഖല അടക്കമുള്ള ഒത്തിരി സഹകരണ മേഖലയിൽ ആകെപ്പാടെ കള്ള പണമാണെന്ന് പറഞ്ഞ് സഹകരണ മേഖലയാകെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. ഇത് എന്നിട്ട് കേരളത്തെ സംബന്ധിച്ചോളം പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങളെ ആകെ അനുഭവിക്കുന്ന യാതനകളുണ്ട്. ഇപ്പോൾ കേരളത്തെ നമ്മൾ നോക്കി കാണുന്നത് എങ്ങനെയാണ്? കേരളത്തിൽ നോക്കി കാണുമ്പോൾ ഇവർ കോൺഗ്രസ് ആയാലും BJP ആണെങ്കിലും പറയുന്നത് ഈ മാർക്സിസ്റ്റ് പാർട്ടി എവിടെ എന്തോ ചെയ്തു എന്നുള്ളതിന് അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഇരകളായി മാറുന്നതെന്ന് പറയും. ഇപ്പോൾ ഇവർ നടത്തി കോൺഗ്രസിൻ്റെ ഒന്നും പരിശോധിച്ചാൽ കോൺഗ്രസ്സുകാരെ തന്നെ കൊന്നിട്ടുണ്ട്. ഒരു ചോദ്യം കൂടി ഒരു ചോദ്യമുണ്ട്, ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഒരു സെക്കൻഡ് പറയാനുണ്ട്. ശ്രീ കുഞ്ഞിക്കണ്ണനോടും ബിന്ദുകൃഷ്ണനോടും ഓരോ ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. അതായത് ഇപ്പോൾ ഇവിടെ വൈക്കം സത്യാഗ്രഹം നടന്ന മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടുത്തെ ജനങ്ങൾക്ക് രാഷ്ട്രീയ ധാരണയില്ല എന്ന രീതിയിലാണ് സംസാരിച്ചത്. കൃത്യമായ ധാരണയുണ്ട്. മഹാത്മാഗാന്ധിയുടെ രക്ഷാസാക്ഷിത്വ ദിനത്തിൽ ശൗര്യ ദിനമായി ആചരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രതിമയിലേക്ക് പോലും നിറയൊഴിച്ചത് ആര്, അതിന്റെ വക്താക്കൾ ആരെന്ന് ഈ രാജ്യം കണ്ടതാണ്. അതുപോലെ തന്നെ തൊഴിലില്ലായ്മ, ഇവിടുത്തെ HML അടക്കമുള്ള പൊതുസ്ഥാപനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന അവസ്ഥ കണ്ടതാണ്. നിരവധിയായ കാര്യങ്ങൾ, ഗാന്ധി മുതൽ ഗൗരി വരെയുള്ളവരുടെ കൊലപാതകങ്ങൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്യുമ്പോൾ ഇനിയൊരു അവസരം കൂടി ലഭിച്ചാൽ ഈ രാജ്യം എങ്ങനെ കൊണ്ടുപോകാൻ ഇവർക്ക് കഴിയുമെന്നത് ചോദിക്കും. പിന്നെ ബിന്ദുകൃഷ്ണയോട് ചോദിക്കുവാനുള്ളത്, കോൺഗ്രസ് വലിയ പാർട്ടിയായിരുന്നു. ഇവിടെ ഒരാൾ പറഞ്ഞതുപോലെ ഇന്ത്യ എമ്പാടും അടിത്തറ മാത്രമുള്ള ദ്രവിച്ച ഒന്നായി മാറിയിരിക്കുന്നു. കോൺഗ്രസിന്റെ ബലം, കോൺഗ്രസിന്റെ വിശ്വാസ്യത, ഈ കാര്യത്തിൽ ഇന്ന് രാജ്യത്തുള്ളവർക്ക് സംശയമുണ്ട്. ഇവിടെ നിന്ന് ജയിച്ചു പോയാൽ ഇടതുപക്ഷ MP-മാർ അവിടെ പോയാൽ കൃത്യമായി കപ്പിക്കും. പക്ഷേ ഇന്നത്തെ കോൺഗ്രസ് നാളെ ഖദർ മാറി കാവിയാകുന്ന ചരിത്രം കാണുമ്പോൾ അതിനെക്കുറിച്ച് എന്ത് വിശ്വാസ്യതയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക്? എന്റെ പേര് രാജേഷ് എന്നാണ്. ഇനി നമുക്ക് 3 മിനിറ്റ് BJPയുടെ ടൗൺ പ്രസിഡന്റ് ആണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇവര് കൊണ്ടുപിടിച്ച വാശിയിലാണ് ഇടതുപക്ഷവും വലതുപക്ഷവും. BJPയുടെ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ക്രോസ് ഔട്ട് ചെയ്ത് പരാജയപ്പെടുത്തുന്ന നിരവധിയായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് ജയിച്ചു പോകുന്നവർ നാളെ അവിടെ ചെന്നാൽ രാജീവ് ഗാന്ധിക്ക് കൈവെക്കുമോ, അതോ രാഹുൽ ഗാന്ധിക്ക് കൈവെക്കുമോ, അതോ മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ട് കൈവെക്കേണ്ടി വരുമോ? പ്രളയം പോലുള്ള മഹാദുരന്തങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കേന്ദ്രം ഈ കേരളത്തോട് കാണിച്ച സമീപനം എന്തായിരുന്നു എന്നുകൂടി പറയാൻ ബാധ്യസ്ഥരാണ്. നമ്മുടെ സമയപ്രശ്നം പറഞ്ഞോളൂ. ഇവിടെ BJP ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും ഇവിടെ 70 വർഷത്തിൽ കൂടുതൽ ഭരിച്ചിട്ട് സംസ്ഥാനങ്ങൾ ഇപ്പം കേന്ദ്രം ഭരിച്ചിട്ട് ഇവിടുത്തെ പാവപ്പെട്ടവർക്ക്, പ്രത്യേകിച്ച് ദുർബല വിഭാഗങ്ങൾക്ക്, പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഈ ഗവൺമെൻറ് ഭരണഘടന പ്രകാരമുള്ള സംരക്ഷണങ്ങൾ ഇവർക്ക് നൽകിയിട്ട് ഭരണഘടനയുടെ 46-ാം അനുച്ഛേദം അനുസരിച്ച് പിന്നെ ദുർബല വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് പട്ടികവർഗങ്ങളുടെ മറ്റുള്ളവരോടൊപ്പം പിന്നെ സാമ്പത്തികവും സാമൂഹികവും ഉദ്യോഗവും സമ്പത്തും നൽകാനായിട്ട് ഇവര് ഈ പാർട്ടികൾ ഒന്നിനും സാധിച്ചിട്ടില്ല. ഭരണഘടന 46 ഇതേവരെ ഇവിടെ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം മാതൃകയായി ഏറ്റവും ഉയർന്നു നിൽക്കുക. വിദ്യാഭ്യാസ മേഖലയിൽ കേരളം ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയായി നിൽക്കുന്നു. പാർപ്പിട പ്രശ്നത്തില്, കക്കൂസുകളുടെ കാര്യത്തിൽ കേരളത്തിലെ മനുഷ്യന്റെ പൊതുജീവിതം ഇന്ത്യക്കാകെ മാതൃകയായി ഏറ്റവും ഉയർന്നു നിൽക്കുന്നു. സംശയം, കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന വാശിയേറിയ മത്സരമൊക്കെ തന്നെയാണ്. പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിൽ സ്വന്തമായ ചിഹ്നങ്ങൾ പോലും ഇല്ലാതെ
അരിവാൾ ചുറ്റികയിൽ കൈപ്പത്തി ചിഹ്നമാക്കി വെച്ചുകൊണ്ട് നടത്തുന്ന സ്ഥലങ്ങളുണ്ട്. അതേപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ നെഹ്റു കഴിഞ്ഞാൽ EMS എന്ന് പറഞ്ഞ കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം മാറിയിട്ട് ഇപ്പൊ ഇന്ത്യ മഹാരാജ്യം വൻ ഭൂരിപക്ഷത്തിൽ ഭരിക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ത്രിപുര പോലെയുള്ള സംസ്ഥാനങ്ങൾ തൂത്തുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, കേരളം ഒരു സംശയമില്ലാതെ പിടിക്കുമെന്ന് BJPക്ക് ആത്മവിശ്വാസമുണ്ട്. സമയത്തിന്റെ പ്രശ്നമുണ്ട്. 2019 പൊതു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് BJPയും കോൺഗ്രസും നേർക്ക് നേരുള്ള ഫൈറ്റ് ആണ്. അതിനകത്ത് ഇപ്പോൾ ഇവിടെ ഒരു സുഹൃത്ത് പറയുകയുണ്ടായി, അടിത്തറയില്ലാത്ത കോൺഗ്രസ് പാർട്ടിയാണ്. അടിത്തറയുടെ ശക്തി കൊണ്ടായിരിക്കും ത്രിപുരയിലും അതുപോലെ തന്നെ ബംഗാളിലും ഇന്ന് ഒരിടത്ത് ഒരു സീറ്റ് പോലും ഇല്ലാതെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കോൺഗ്രസ് BJP ഫൈറ്റ് ആണ്. അതിൽ കോൺഗ്രസ് വിജയിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ വൈക്കത്തുകാരെ കൂലി വിദഗ്ധരായിട്ട് അവതരിപ്പിച്ചളയരുത് കേട്ടോ. ഓക്കെ, എന്തായാലും നിങ്ങൾക്കറിയാം വളരെ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പാണ് ആസന്നമാകാൻ പോകുന്നത് എന്ന് ഇപ്പോൾ ഇവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലായല്ലോ. അതിഥികളിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് അവർ ക്ഷമിക്കുക. നമ്മൾ മറ്റു വിഷയവുമായി ഉടൻ തന്നെ അടുത്ത ദിവസം വരും. അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തോടും BJPയോടും ഒരു മാധ്യമ നിരീക്ഷകൻ എന്നുള്ളതിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നല്ല സ്ഥാനാർത്ഥികളെ വേഗം ഫിക്സ് ചെയ്ത് മണ്ഡലത്തിലേക്ക് വരൂ. മറ്റു വിഷയവുമായി ഇനി നാളെ കാണാം. സന്ധിക്കും വരെ വണക്കം, ഗുഡ് ബൈ. You are watching 24 from News